ഹായ്, നമസ്കാരം. ബ്രീത്തിങ് നമ്മൾ എല്ലാവരും 24 മണിക്കൂറും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്ന ഒരു പ്രോസസ്സാണ് ശ്വാസം എടുക്കലും വിടലും. പക്ഷേ ഇത് നമ്മൾ എന്തോരം കോൺഷ്യസ് ആയിട്ട് ചെയ്യണം, എന്തോരം അവയർനെസ് ഉണ്ട് നമ്മളിത് ചെയ്യുന്നതിനുള്ളത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ മൈൻഡ്, ബ്രെത്ത്, ബോഡി, ഇത് മൂന്നും ഇസ് എ പാർട്ട് ഓഫ് ദ സെയിം സിസ്റ്റം. When something is happening to your mind, what naturally happens is it controls or it manages the breathing pattern. The breathing pattern ആണ് which is giving information for body to react in a particular way. അപ്പോൾ മൈൻഡിന് ഒരു സ്ട്രെസ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പർ ബോഡിയിൽ നമുക്കറിയാം, നമ്മുടെ ലങ്സിൽ 3 പാർട്സ് ഉണ്ട്, അല്ലെങ്കിൽ 3 വെസൽസ് ഉണ്ട്. ഒന്ന് അബ്ഡോമിനൽ, നെക്സ്റ്റ് മിഡിൽ ലെവലിൽ, പിന്നെ മുകളിൽ ക്ലാവിക്കുലർ ഓർ ചെസ്റ്റ് ലെവലിലുള്ള ലങ്സ് ഉണ്ട്. ഈ 3 പാർട്ടാണുള്ളത് ലങ്സിൽ. സോ നോർമലി നമ്മൾ എടുക്കുന്ന സാധാരണ നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ വി ആർ ജസ്റ്റ് ഹാവിങ് ഒരു 20-25% ഒക്കെയാണ് നോർമലി എടുക്കത്തുള്ളൂ. ബട്ട് വെൻ ദർ ഇസ് സ്ട്രെസ്, അവർ ബോഡി കംപ്ലീറ്റ് സിസ്റ്റം ഗോസ് ഇൻ ടു എ സർവൈവൽ മൂഡ്. അപ്പോൾ ഒരു ലോക്കാണ് ആക്ച്വലി സംഭവിക്കുന്നത്. നമ്മുടെ ലങ്സിന് ഒരു ലോക്കാണ്. കാരണം റിബ് കേജിലും അബ്ഡോമിനലിലും ദർ ഇസ് എ കൈൻഡ് ഓഫ് എ ലോക്ക് വിച്ച് ഇസ് ഹാപ്പനിങ്, വിച്ച് ഹെൽപ്സ് ഫോർ ഫൈറ്റിംഗ് ഓർ ഫ്ലൈറ്റ്. ഓടാനോ അല്ലെങ്കിൽ തല്ലുപിടിക്കാനോ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് അത് ശരീരത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത് ദർ ഇസ് നോ ഫിസിക്കൽ എനി ലെവൽ ഓഫ് പ്രോബ്ലംസ് ഓർ ഇഷ്യൂസ് വി ഫേസ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് ഓൾ ഇന്റേണൽ തിങ്. ബട്ട് നമ്മുടെ മൈൻഡിന് അറിയില്ല, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അറിയില്ല അത് ഒരു എന്താ പറയുന്ന ആക്ച്വൽ പ്രോബ്ലം ആണോ അല്ലയോ എന്നുള്ളത്. ബട്ട് ബോഡി റിയാക്ട്സ് ടു what is happening in our mind through our breath. അപ്പോൾ ആ ബ്രെത്തിനെ നമ്മൾ കൂടുതൽ ഷാലോ ആക്കിയും ഫാസ്റ്റ് ബ്രീത്ത് ചെയ്യും, പക്ഷെ വളരെ ഷാലോ ആയിരിക്കും. പക്ഷെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴത്തേക്കും ബ്രെത്തിലൂടെ കിട്ടുന്ന ന്യൂട്രീഷൻ ഒന്നും നമ്മുടെ ബോഡിക്ക് കിട്ടത്തില്ല. അത് നമുക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാക്കുകയും ചെയ്യും. സോ ഐ ടെൽ യു വൺ തിങ്, കീപ് യുവർ ലെഫ്റ്റ് ഹാൻഡ് ഓവർ യുവർ അബ്ഡോമൻ ആൻഡ് റൈറ്റ് ഹാൻഡ് ഓൺ യുവർ ചെസ്റ്റ് ആൻഡ് breathe deeply, softly and gently. Inhale 1, 2, 3, 4, 5, 6, 7. See that your abdomen is expanding like anything. പലവരും ഈ രീതിയിൽ കാലങ്ങളായിട്ടുണ്ടാവും ബ്രീത്ത് ചെയ്തിട്ട്. അപ്പോൾ ഈ അബ്ഡോമൻ്റെ ലങ്സ് അവിടെയുള്ളത് നല്ലപോലെ എക്സ്പാൻഡ് ആവും. പക്ഷേ സ്ട്രെസ് ഉള്ള ആൾക്കാർക്ക്, കൂടെ ഇടയ്ക്കിടയ്ക്ക് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസിൽ പോകുന്ന ആൾക്കാരിൽ ഈ അബ്ഡോമൻ നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് മൈറ്റ് ഗോ ഡൗൺ, താഴത്തേക്ക് മൈറ്റ് ഗോ, ഇത് ഉള്ളിലേക്ക് പോകാനാണ് സാധ്യത. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യുക നമ്മൾ. ആൻഡ് എക്സെയിൽ അതേപോലെ തന്നെ എക്സെയിൽ ചെയ്യുക. 1, 2, 3, 4, 5, 6, 7. വയറ് ഒട്ടുന്നവരെ എക്സെയിൽ ചെയ്യുക. ആൻഡ് വീണ്ടും ഇൻഹെയിൽ ചെയ്യുക. കണ്ടിന്യൂ ദിസ് ഫോർ ഫ്യൂ ടൈംസ്, മേ ബി 6-7 ടൈംസ് ഡീപ്പായിട്ട് ചെയ്യുക. യു വിൽ ഫീൽ ദ ഡിഫറൻസ് ഇൻ യുവർ ബോഡി ആൻഡ് മൈൻഡ്. അപ്പോൾ ഈ ലെവലിലാണോ നിങ്ങളുടെ ഇൻഹെയിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ അബ്ഡോമൻ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതോ ഇൻഹെയിൽ ചെയ്യുമ്പോൾ അബ്ഡോമൻ ഉള്ളിലേക്ക് പോവുകയാണോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണ്. Whenever you breathe, when you inhale, the abdomen should expand. It is a very, very simple fundamental phenomena. പക്ഷെ നമ്മൾ അവയർനെസ്സും അവിടെ ഇതുവരേക്ക് കൊണ്ടുപോകാത്തത് കൊണ്ടാണ് നമുക്കത് മനസ്സിലാവാത്തത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അഡ്വാൻസ് ബ്രീത്തിങ് പ്രാക്ടീസസിലേക്ക് പോകാനായിട്ട്. അതർവൈസ് ഇറ്റ് വിൽ ഡാമേജ്